നമുക്കറിയാം ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് 7 എണ്ണമാണുള്ളത്. സോ വോളിയത്തിന്റെ ഡയമെൻഷൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം? യെസ്, ലെങ്ത്തിന്റെ ഡയമെൻഷൻ ഇൻറ്റു ലെങ്ത്തിന്റെ ഡയമെൻഷൻ ഇൻറ്റു ലെങ്ത്തിന്റെ ഡയമെൻഷൻ എടുക്കണം, അതായത് L³ ആണ് എന്ന് കിട്ടും. ഇതുപോലെ പല ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. കേക്ക് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ ഇല്ല. ഈ മെത്തേഡ് വഴി കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. Hey guys, welcome back to Physics Wala. +1 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളും ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മളുടെ +1 ശക്തി ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. സോ +1 ശക്തി ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ നോട്ട്സിനായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് ക്ലാസ് നോട്ടുകൾ അവൈൽ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മൾ സമയം വൈകിക്കാതെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു SI യൂണിറ്റ്സ്. നമുക്കറിയാം ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് 7 എണ്ണമാണുള്ളത്. സോ 7 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ പേര് നമ്മൾ ഓർത്ത് വെക്കണം. ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറന്റ്, ലുമിനസ് ഇന്റൻസിറ്റി, ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ, ഇവരുടെ ഒക്കെ യൂണിറ്റുകൾ ഓർത്ത് വെക്കാം. അവരുടെ സിംബലുകളും ഓർത്ത് വെക്കാം. ഇവിടെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ആളെ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ എന്നും വിളിക്കാറുണ്ട്. സോ അതുകൂടെ ഓർത്ത് വെക്കാം. ക്വാണ്ടിറ്റി ഓഫ് മാറ്ററും എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസും ഒന്ന് തന്നെയാണ്. അയാളുടെ SI യൂണിറ്റ് MOL ആണെങ്കിലും സിമ്പൽ നമ്മൾ E ഒഴിവാക്കിക്കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. MOL. ക്ലിയർ അല്ലേ? റെഡിയാണ്. ഇനി രണ്ട് സപ്ലിമെന്ററി യൂണിറ്റുകളും നമ്മൾ SI സിസ്റ്റത്തിനകത്ത് പഠിക്കുന്നുണ്ട്. അത് പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളുമാണ്. പ്ലെയിൻ ആംഗിളിന്റെ SI യൂണിറ്റ് റേഡിയനും സോളിഡ് ആംഗിളിന്റെ SI യൂണിറ്റ് സ്റ്റെറേഡിയൻ ആണെന്നും ഓർത്ത് വെക്കാം. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡയമെൻഷൻസ്. എന്താ ഡയമെൻഷൻ ചോദിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയമെൻഷൻസ് എന്ന് വിളിക്കുന്നത്. ഈ ഡയമെൻഷനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. 7 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ പഠിച്ചു. 7 പേരുടെയും ഡയമെൻഷൻ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ലെങ്തിനെ L എന്ന് റെപ്രസെന്റ് ചെയ്തു, ബ്രാക്കറ്റ് ഇട്ട് വെച്ചു. മാസിനെ M എന്ന് റെപ്രസെന്റ് ചെയ്തു, ബ്രാക്കറ്റ് ഇട്ട് വെച്ചു. ടൈമിനെ T എന്ന് റെപ്രസെന്റ് ചെയ്തു, ബ്രാക്കറ്റ് ചെയ്ത് വെച്ചു. സോ ഈ 3 പേരെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുക. ബാക്കിയുള്ള ആളുകളുടെ ഡയമെൻഷൻസ് കൂടെ ഓർത്ത് വെക്കാം. സോ 7 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ റെപ്രസെന്റ് ചെയ്ത് വെച്ചു. ക്ലിയർ അല്ലേ? ഇനി നോക്കണേ. ഏരിയ എന്ന് പറയുന്ന ഒരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ അയാളുടെ ഡയമെൻഷൻ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ലെങ്ത് ആയിക്കോട്ടെ, ബ്രെഡ്ത്ത് ആയിക്കോട്ടെ, ഹൈറ്റ് ആയിക്കോട്ടെ, ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, ഡിസ്പ്ലേസ്മെന്റ് ആയിക്കോട്ടെ, ഇതിന്റെ ഒക്കെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ L കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ ലെങ്ത്തിന്റെ ഡയമെൻഷൻ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ L കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ബ്രെഡ്ത്തും L തന്നെ. L ഇൻറ്റു L സ്ക്വയർ ആണ് ഏരിയയുടെ ഡയമെൻഷൻ എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി നോക്കണേ. വോളിയം എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്തു. വോളിയം എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താ? വോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ വോളിയത്തിന്റെ ഡയമെൻഷൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം? യെസ്, ലെങ്ത്തിന്റെ ഡയമെൻഷൻ ഇൻറ്റു ലെങ്ത്തിന്റെ ഡയമെൻഷൻ എടുക്കണം, അതായത് L³ ആണ് എന്ന് കിട്ടും. എളുപ്പമല്ലേ? സിമ്പിൾ ആണ്. ഇനി നമ്മൾ ഡെൻസിറ്റിയുടെ കേസ് എടുത്താലോ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. ഓക്കെ. മാസിന്റെ ഡയമെൻഷൻ M എന്ന് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ അല്ലേ? വോളിയത്തിന്റെ ഡയമെൻഷൻ L³ ആണ്. സോ നമ്മൾ പറഞ്ഞു M ഡിവൈഡഡ് ബൈ L³ ആണ്. L³ മുകളിലോട്ടേക്ക് പോകുമ്പോൾ L⁻³ ആകും. സോ നമുക്ക് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ കിട്ടിയത് ML⁻³ ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താ വരിക? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് ആയിക്കോട്ടെ, ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, ലെങ്ത് ആയിക്കോട്ടെ, ബ്രെഡ്ത്ത് ആയിക്കോട്ടെ, ഹൈറ്റ് ആയിക്കോട്ടെ, ഡയമെൻഷൻ ആണ്. സോ L ഡിവൈഡഡ് ബൈ ടൈമിന്റെ ഡയമെൻഷൻ T സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. T മുകളിലോട്ടേക്ക് വന്നപ്പോൾ T⁻⁻1 ആയി. സോ വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻². ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ബൈ ടൈമിന്റെ ഡയമെൻഷൻ എടുത്താൽ മതി. വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1 ആണ്. ടൈമിന്റെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ T എടുത്തു. സിമ്പിൾ അല്ലേ? LT⁻⁻1. അടിയിലുള്ള T മുകളിലോട്ടേക്ക് പോയപ്പോ T⁻⁻1 ആയി. സോ നമുക്ക് കിട്ടി LT⁻⁻2 ആണ് ആക്സിലറേഷന്റെ ഡയമെൻഷൻ. സിമ്പിൾ അല്ലേ? ഇതുപോലെ പല ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷനും നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അടുത്ത പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. എന്താ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി എന്നറിയോ? ഇത്രയേ പറയുന്നുള്ളൂ. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആകണമെങ്കിൽ
ആ ഇക്വേഷനിലുള്ള ഓരോ ടേമുകളുടെയും ഡയമെൻഷൻ സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സി ഡി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എടുത്തു. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ ഈ ഇക്വേഷനിലുള്ള ഓരോ ടേമുകളുടെയും ഡയമെൻഷൻ സെയിം ആയിരിക്കണം. അപ്പൊ എങ്ങനെയാ ടേമുകൾ കണ്ടുപിടിക്കുക? ഒരു ടേം, രണ്ടാമത്തെ ടേം, മൂന്നാമത്തെ ടേം, ഈ മൂന്ന് ടേമുകളുടെയും ഡയമെൻഷൻ സെയിം ആവണം. അപ്പൊ അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഡയമെൻഷനെ സ്ക്വയർ ബ്രാക്കറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുക. സോ എയുടെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു ബിയുടെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു സി ഡിയുടെ ഡയമെൻഷൻ. സോ ഇക്വേഷന്റെ രണ്ട് ഭാഗത്തുമായിട്ടുള്ള ഓരോ ടേമുകളുടെയും ഡയമെൻഷൻ സെയിം ആണെങ്കിൽ ആ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി ഡി ആയിരിക്കും. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ ഡയമെൻഷൻ അനാലിസിസിന് രണ്ട് അപ്ലിക്കേഷൻസ് ഉണ്ട്. എന്തൊക്കെയാ ഈ ഡയമെൻഷൻ അനാലിസിസിന്റെ അപ്ലിക്കേഷൻ? ഒന്നാമത്തേത് ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യലാണ്. രണ്ടാമത്തേത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ റിലേഷൻ ഡിറൈവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സോ ആദ്യത്തെ അപ്ലിക്കേഷൻ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണേ. ഫസ്റ്റ് അപ്ലിക്കേഷൻ നോക്കണേ. ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. സോ ഇക്വേഷൻ എഴുതി എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെ എത്ര ടേമുകൾ ഉണ്ട്? 3 ടേമുകളാണ് ഉള്ളത്. 1, 2, 3. സോ ഈ 3 ടേമുകളുടെയും ഡയമെൻഷൻ നമ്മൾ ചെക്ക് ചെയ്യുക. 3 പേരുടെയും ഡയമെൻഷൻ സെയിം ആണെങ്കിൽ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ നമുക്ക് എൽ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇനി യു ടി എന്ന് പറഞ്ഞാൽ ആരാ? യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്, ടി ടൈം ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം എൽ ടി റേസ് ടു മൈനസ് 1 ഇൻടു ടൈമിന്റെ ഡയമെൻഷൻ ടി എന്ന് റെപ്രസെന്റ് ചെയ്തു. സോ എൽ ടി റേസ് ടു മൈനസ് 1 ഇൻടു ടി എന്ന് വന്നു. ദാറ്റ് ഈസ് എൽ ടി റേസ് ടു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ എന്ന് കിട്ടി. സോ ഇവിടെ സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടു. ആദ്യ ടേം ആയിട്ടുള്ള എസിന്റെ ഡയമെൻഷൻ എൽ ആണ്. രണ്ടാമത്തെ ടേം ആയിട്ടുള്ള യു ടിയുടെ ഡയമെൻഷൻ എന്താ? യു ടിയുടെ ഡയമെൻഷൻ എടുത്തപ്പോഴും നമുക്ക് എൽ എന്ന് കിട്ടി. ഇനി മൂന്നാമതൊരു ടേം ആണുള്ളത് ഹാഫ് എ ടി സ്ക്വയർ. ഹാഫ് എ ടി സ്ക്വയറിന്റെ ഡയമെൻഷൻ എടുക്കുകയാണെ ഹാഫിന്റെ ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. ഹാഫ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. സോ അയാൾക്ക് ഡയമെൻഷൻ ഇല്ല. ഇനി എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ അല്ലേ? അയാളുടെ ഡയമെൻഷൻ ഇൻടു ടൈമിന്റെ സ്ക്വയർ എടുത്താൽ മതി. ആക്സിലറേഷന്റെ ഡയമെൻഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. എൽ ടി റേസ് ടു മൈനസ് 2 ആണ്. into t square എടുത്തു. So L t raised to minus 2 into t square that is equal to L t raised to minus 2 plus 2 ആണ്. That is L t raised to 0 that is equal to L എന്ന് കിട്ടി. So ഇവിടെ half a t square എന്ന് പറയുന്ന മൂന്നാമത്തെ ടേമിന്റെ ഡയമെൻഷൻ എന്ത് തന്നെയാ? L തന്നെയാണ്. സോ നമ്മൾ ഇവിടെ കണ്ടു S എന്ന് പറഞ്ഞ ആളുടെ ഡയമെൻഷൻ L ആണ്, U t എന്ന് പറഞ്ഞ ആളുടെ ഡയമെൻഷൻ L ആണ്, half a t square ഡയമെൻഷൻ L ആണ്. സോ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. എളുപ്പല്ലേ? രണ്ടാമത്തെ അപ്ലിക്കേഷൻ നോക്കണേ. രണ്ടാമത്തെ അപ്ലിക്കേഷൻ എന്താ? രണ്ടാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടു ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ബന്ധം നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കണം. ട്രൈ ചെയ്ത് നോക്കിയാലോ? നോക്കണേ. ഇവിടെ നമ്മളോട് പറഞ്ഞു കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് അപ്പോൺ. കൈനറ്റിക് എനർജി എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞോ? ഇല്ല. സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞോ? ഇല്ല. അപ്പൊ നമ്മളോട് പറയാണ് ഇവിടെ കൈനറ്റിക് എനർജി മാസിനെയും വെലോസിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിറൈവ് ഇറ്റ്സ് എക്സ്പ്രഷൻ. സോ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? കൈനറ്റിക് എനർജി പ്രപ്പോർഷണൽ ടു മാസ് റേസ് ടു എ വെലോസിറ്റി റേസ് ടു ബി എന്ന് കൊടുത്തു. നമ്മൾ വെറുതെ കൊടുക്കുകയാണ്. എം റേസ് ടു എ വി റേസ് ടു ബി എന്ന് നമ്മൾ വെറുതെ എന്ത് ചെയ്തു? പവർ ഇട്ട് കൊടുത്തു. എമ്മിന് ഒരു പവർ ഇട്ട് കൊടുത്തു, വെലോസിറ്റിക്ക് ഒരു പവർ ഇട്ട് കൊടുത്തു. ഈ പ്രപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാറില്ലേ? ഉണ്ട്. ആ കോൺസ്റ്റന്റിനെ കെ എന്ന് കൊടുത്തു. സോ കെ ഇൻടു എം റേസ് ടു എ വി റേസ് ടു ബി എന്നായി. ഇനി എന്താ ചെയ്യുന്നതെന്നറിയോ? രണ്ട് സൈഡിലും നമ്മൾ ഡയമെൻഷൻ എടുക്കും. ടേക്കിംഗ് ഡയമെൻഷൻസ് ഓൺ ബോത്ത് ദ സൈഡ്സ്. കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ, എനർജിയുടെ ഡയമെൻഷൻ ഓർത്ത് വെക്കണേ. അത് എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 ആണ്. അയാളുടെ ഡയമെൻഷൻ എടുത്തു. കേക്ക് ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ ഇല്ല. മാസിന്റെ ഡയമെൻഷൻ നമുക്കറിയാം. ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് റെപ്രസെന്റ് ചെയ്തു. പവർ എ കൊടുത്തു. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം. എൽ ടി റേസ് ടു മൈനസ് 2 ആണ്. സോ അയാള് റേസ് ടു ബി കൊടുത്തു. സോ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? എം റേസ് ടു എ ഇൻറ്റു എൽ റേസ് ടു ബി ഇൻറ്റു ടി റേസ് ടു മൈനസ് ബി. ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലിനെയും ബി കൊണ്ട് മൾട്ടി എൽ റേസ് ടു ബി എടുക്കണം, ടി റേസ് ടു മൈനസ് 1 ഇൻറ്റു ബി എടുക്കണം. സോ എൽ റേസ് ടു ബി ടി റേസ് ടു മൈനസ് ബി എന്ന് കിട്ടി. ഇനി നമ്മൾ ഇവിടെ കമ്പയർ ചെയ്യാണ് വേണ്ടത്. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. എന്താ കാണാൻ പറ്റുന്നതെന്ന് അറിയോ? സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കണേ. ഇവിടെ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആരാ ഉള്ളത്? 1 ആണ്. സോ എ ഈക്വൽ ടു 1. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആരാ ഉള്ളത്? ബി ഈസ് ഈക്വൽ ടു 2. സിമ്പിൾ ആണ്. സോ നമുക്ക് എയും കിട്ടി, ബിയും കിട്ടി. ഇവിടെയാണ് ഡൗട്ട് വരിക. ഇപ്പോ എൽ ടി റേസ് ടു മൈനസ് 1 ഹോൾ റേസ് ടു ബി ആണെന്ന് പറഞ്ഞാൽ എൽ റേസ് ടു ബിയും എടുക്കണം,
ടി റേസ് ടു -1 ഇൻറ്റു ബി, അതായത് ടി റേസ് ടു -b കൊടുക്കണം. ഓക്കെ അല്ലേ? സോ എയും കിട്ടി ബിയും കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ എയും ബിയും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എവിടെയാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ദാ ഈ ഇക്വേഷൻ അകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുക? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു m റേസ് ടു 1 v റേസ് ടു 2 എന്ന് കിട്ടി. കാരണം എക്ക് നമ്മൾ 1 എന്നും ബിക്ക് നമ്മൾ 2 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എഴുതാം. കൈനറ്റിക് എനർജി K ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു എം വി സ്ക്വയർ ആണ് എന്ന് നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. സിമ്പിൾ പരിപാടിയല്ലേ? എളുപ്പ പരിപാടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ, സോറി അടുത്ത ടോപ്പിക് നോക്കണേ. ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് പറയാൻ കഴിയില്ല. കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വെക്കണേ. ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എക്സാക്ട് കറക്റ്റ്നസ് ഒരിക്കലും പറയാൻ കഴിയില്ല. ഓക്കെ. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്താ? ഡയമെൻഷണൽ കോൺസ്റ്റന്റ്സ് കനോട്ട് ബി ഒബ്റ്റെയിൻഡ് ബൈ ദിസ് മെത്തേഡ്. ഈ മെത്തേഡ് വഴി കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. നേരത്തെ കേസിൽ കെയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. സോ ഡയമെൻഷണൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കെയുടെ വാല്യൂ നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത് രണ്ടാമത്തെ ലിമിറ്റേഷൻ ആയിട്ട് ഓർത്ത് വെക്കാം. മൂന്നാമത്തെ ലിമിറ്റേഷൻ നോക്കണേ. ഇറ്റ് ഫെയിൽസ് വെൻ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപെൻഡ്സ് ഓൺ മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. മൂന്നിലധികം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അനാലിസിസ് ഉപയോഗിക്കാൻ കഴിയില്ല. അടുത്ത ഡീമെറിറ്റ് നോക്കാം. ഇക്വേഷൻസ് ഇൻവോൾവിംഗ് മോർ ദാൻ 1 ടേംസ് കനോട്ട് ബി ഡിറൈവ്ഡ്. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കണേ, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. സോ ഈ ഇക്വേഷൻ ഒന്നും നമുക്ക് ഡിറൈവ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടെ 1, 2, 3 ടേമുകളുണ്ട്. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി നമുക്ക് ഡിറൈവ് ചെയ്യാൻ കഴിയില്ല. കാരണം 1, 2, 3 ടേമുകളുണ്ട്. സോ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. ഒന്നിലധികം ടേമുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അടുത്ത ഡീമെറിറ്റ് നോക്കണേ. വി കനോട്ട് ഡിറൈവ് ഫോർമുല കണ്ടെയ്നിങ് trigonometric functions, logarithmic functions, exponential functions. So trigonometric functions or exponential functions or അല്ലെങ്കിൽ logarithmic functions ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഡിറൈവ് ചെയ്യാൻ കഴിയില്ല ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ച്. സോ ഇതിൽ 3 or 4 ഡീമെറിറ്റുകൾ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എങ്കിലും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോവാം. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. എങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കാണാന്നറിയോ? നോൺ ഡെസിമൽ ഡിജിറ്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത, ഡെസിമൽ അല്ലാത്ത നോൺ ഡെസിമൽ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് എടുക്കണം. ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്. എന്താ ഈ നോൺ സീറോ എന്ന് പറഞ്ഞാൽ? സീറോ അല്ലാത്ത ആള്. സോ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിനെ എടുക്കുക. അതേപോലെ തന്നെ ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റും കണ്ടുപിടിക്കുക. ആ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് മുതൽ ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് വരെയുള്ള ആളുകളൊക്കെ സിഗ്നിഫിക്കന്റ് ആയിരിക്കും. എന്താ? ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് മുതൽ ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് വരെയുള്ള ആളുകളൊക്കെ സിഗ്നിഫിക്കന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തു. എന്താണെന്നറിയോ? 102300. ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് എടുത്തു, 1 ആണ്. അയാൾ മുതൽ അവസാനത്തെ നോൺ സീറോ ഡിജിറ്റ് 3 ആണ്. അതുവരെയുള്ള ആളുകൾ സിഗ്നിഫിക്കന്റ് ആയിരിക്കും. സോ ഇവിടെ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. 1, 2, 3, 4. സോ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. എളുപ്പമല്ലേ? ഇനി അടുത്ത കേസ് ഡെസിമൽസിന്റെ കേസ് ആണെങ്കിലോ, ഡെസിമൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് എടുക്കുക. ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ സീറോ അല്ലാത്ത ഡിജിറ്റിനെ എടുക്കുക. ആദ്യത്തെ സീറോ അല്ലാത്ത ഡിജിറ്റ് മുതൽ ലാസ്റ്റ് വരെ എൻഡ് വരെയുള്ള ആളുകളൊക്കെ സിഗ്നിഫിക്കന്റ്. എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ, സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാം. നോക്കുക, ഇവിടെ 0.12300 എന്നെടുത്തു. ഇവിടെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ഏതാ? ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. 1 മുതൽ എൻഡ് വരെയുള്ള ആളുകളൊക്കെ സിഗ്നിഫിക്കന്റ്. സോ ഇവിടെ ആരൊക്കെ സിഗ്നിഫിക്കന്റ്? 1, 2, 3, 4, 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി പറ്റും. സോ ഡെസിമൽസിന്റെയും നോൺ ഡെസിമലിന്റെയും കേസിൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നമുക്ക് പറയാം. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്, പവേഴ്സ് എടുക്കുകയാണെങ്കിൽ എന്താ? പവേഴ്സ് എടുക്കുകയാണെങ്കിൽ ആ പവേഴ്സ് ഒന്നും സിഗ്നിഫിക്കന്റ് അല്ല. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, എക്സാക്ട് നമ്പറുകളിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ യൂണിറ്റ് ചേഞ്ച് ചെയ്താലും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ കേസിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ എക്സാമ്പിൾസ്, ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 3.022 into
10⁻⁶. എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? നോക്കേണ്ട കാര്യം ഇത് ഡെസിമൽ ആണോ നോൺ ഡെസിമൽ ആണോ എന്നുള്ളതാണ്. ഒറ്റയടിക്ക് പോയിന്റ് കണ്ടപ്പോൾ നമ്മൾ മനസ്സിലായി ഡെസിമൽ ആണ്. ഡെസിമൽ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് കാണുക. ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ്, ആ ഫസ്റ്റ് നോൺ സീറോ മുതൽ അങ്ങേയറ്റം വരെ എൻഡ് വരെയുള്ള ആളുകളൊക്കെ സിഗ്നിഫിക്കന്റ്. സോ ഇവിടെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. 3 മുതൽ എൻഡ് വരെ 1 2 3 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ദാ ഇവിടെ 10⁻⁶ കൺസിഡർ ചെയ്യണ്ടേ? 10⁻⁶ കൺസിഡർ ചെയ്യണ്ട, കാരണം പവേഴ്സ് ഒന്നും സിഗ്നിഫിക്കന്റ് അല്ല. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? റെഡി ആണോ? സോ കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഡെസിമൽ ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ മുതൽ എൻഡ് വരെയാണ്. ഇനി നോൺ ഡെസിമൽ ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് മുതൽ അവസാനത്തെ നോൺ സീറോ ഡിജിറ്റ് വരെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടോ അത്രയും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടാവും. താങ്ക് യു.